നമ്മുടെ ബിഗ് ബോസിലെ അക്ബർ ഖാന്റെ ഡേറ്റിംഗ് ആപ്പിലെ ചാറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ശരിക്കും ഞെട്ടിക്കുന്ന ചാറ്റിംഗ് ആണ്. ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ആരെയും കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് താരങ്ങളുടെ ഓരോ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഷിജിച്ചേട്ടന്റെ ഡിവോഴ്സ്, മെനിങ്ങാന്ന് ബ്ലസ്ലിയുടെ എന്താ പറയാ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പൈസ തട്ടിപ്പ്, ഇന്നിപ്പോൾ അതേ പുറത്തു വന്നിരിക്കുന്നത് അക്ബർ ഖാന്റെ ചാറ്റിംഗ്, ഡേറ്റിംഗ് ആപ്പിലെ ചാറ്റിംഗ് ആണ്. ഒരു റിലേഷൻ ഉള്ള സമയത്ത് തന്നെ അയാളെ അവിടെ വെച്ചുകൊണ്ട് മറ്റൊരാളടുത്ത് കാണിക്കുന്ന ചാറ്റിംഗ്. അത് ശരിക്കും പല രീതിയിൽ വളച്ചൊടിക്കപ്പെടുമായിരിക്കാം. പക്ഷെ നിങ്ങൾ തെളിവ് സഹിതം ഇത് കാണണം. ഞാൻ ചാറ്റ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം പുറത്തു വിട്ടിരിക്കുന്ന ആരാണെന്ന് പറയാം. അവരുമായിട്ടും ചാറ്റുണ്ട് ഈ പറയുന്ന അക്ബറിന്. കാര്യം എന്താണെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവർക്കും അറിയാം, അക്ബർ ഖാൻ ടോപ്പ് 5 ആണ്. വീട്ടിലെ സദാചാര ചിന്തകൾക്ക് എല്ലാം അനുമോള് പറ്റിയ പുതപ്പ് പൊക്കിയ കേസിലൊക്കെ അക്ബർ ഖാൻ ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയ ആളാണ്. എനിക്കിതൊന്നും കാണണ്ടായേ, എനിക്കിതൊന്നും കേൾക്കണ്ടായേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അക്ബർ ടിൻഡർ ആപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് അറിയാമോ? ടിൻഡർ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റിംഗ് ആപ്പാണ്. ഈ പറയുന്ന പോലെ ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റു പലതിനും വേണ്ടിയിട്ടാണ് പലരും ടിൻഡർ, അരികെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടാങ്കോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആപ്പുകളുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നതെന്ന് പറയുമെങ്കിലും ശരിക്കും പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന ആപ്പുകളെല്ലാം നിങ്ങൾ എവിടെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഡേറ്റിംഗ് ആപ്പുകളാണ്. ഇപ്പൊ അക്ബറിനെ കുറിച്ചുള്ള ഈ വിവരങ്ങളെല്ലാം പുറത്തു വിട്ടിരിക്കുന്നത് നമ്മുടെ ഫസ്മിന സക്കീറാണ്, തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട്. നമുക്കറിയാം, ഫസ്മിനയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തോന്നുന്നു. അവർ തമ്മിലുള്ള വേറെ എന്താ പറയാ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ കാരണമാണ് ഫസ്മിന ബന്ധം ഉപേക്ഷിച്ചതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അതിനുശേഷം റിലേഷൻഷിപ്പിൽ ആരൊക്കെയാണ് കള്ളത്തരം കാണിക്കുന്നത് അവരുടെ സകലമാന വിവരങ്ങളും എക്സ്പോസ് ചെയ്ത് പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഫസ്മിന ഇരിക്കുന്നത്. അങ്ങനെ ഫസ്മിന പുറത്തു കൊണ്ടുവന്ന അക്ബറിന്റെ ടിൻഡർ ആപ്പിലെ ചാറ്റിംഗ് ആണ്. അക്ബറിന്റെ ഒഫീഷ്യൽ പ്രൊഫൈലാണ്, ബ്ലൂടിക്ക് വെരിഫൈ ചെയ്തിട്ടുള്ള പ്രൊഫൈലാണ്. ബ്ലൂടിക്ക് വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഒരു ID, ഇതെല്ലാം കൊടുത്താൽ മാത്രമേ നമുക്ക് ബ്ലൂടിക്ക് കിട്ടത്തുള്ളൂ. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പൈസ കൊടുത്ത് ബ്ലൂടിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും അങ്ങനെ കിട്ടത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. അക്ബർ ഖാന്റെ പ്രൊഫൈൽ, ടിൻഡറിലുള്ള പ്രൊഫൈൽ ഞാനൊന്ന് വായിക്കാം. I believe in living life like a good story full of twists, laughter and unexpected turns. If you are into adventures, bad jokes and deep talks over coffee, let's see where this chapter goes. Music's the one thing that never let me down. ഇതാണ് പ്രൊഫൈല്. 32 വയസ്സാണെന്നും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അക്ബർ ഖാൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലൂടിക്ക് കണ്ടപ്പോൾ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിരിക്കുകയാണ് അക്ബർ ഖാൻ. ഈസ് ദിസ് റിയൽ? ഇത് യഥാർത്ഥ ആള് തന്നെയാണോ? അതെ, യെസ്. Oh, how do I know I can trust you since you are well known and there are many fake accounts these days? ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? കാരണം കുറേ ദിവസങ്ങളായിട്ട് ഇതുപോലെ കുറേ ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയ ആളല്ലേ. അപ്പം അക്ബർ, ഫോർ യുവർ ട്രസ്റ്റ് വാട്ട് ഷുഡ് ഐ ഡു? നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടേ? അപ്പോൾ കുട്ടി പറയുന്നു, അത് അല്ല, ഇതിപ്പം പറഞ്ഞോ അക്ബർ പറഞ്ഞോ ജസ്റ്റ് സെൻഡ് മീ എ റിക്വസ്റ്റ്. ഐ വോണ്ട് അക്സെപ്റ്റ്. യു ക്യാൻ cancel it if that's okay, or else you can text me on Insta. I am sure you won't be comfortable sharing your number. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ്, എനിക്കൊരു റിക്വസ്റ്റ് ഇട്ടാൽ മതി. അക്സെപ്റ്റ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ അക്ബർ ഖാൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായത് അക്ബർ ആണെന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്പർ ഒന്നും തരണ്ട. നമ്പർ എന്തായാലും തരുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവൂലല്ലോ. അപ്പോൾ അക്ബർ, ഐ ആം കംഫർട്ടബിൾ ഓഫ് ഷെയറിങ് മൈ നമ്പർ. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നമ്പർ തരാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഓക്കെ എന്ന് പെൺകുട്ടി പറയുന്നത്. ബിഫോർ ദാറ്റ് ലെറ്റ് us know each other അല്ലേ. അപ്പോൾ നമ്പർ തരുന്നതിന് മുമ്പ് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം. അപ്പോഴത്തേക്കും ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? അക്ബറിന്റെ ഇൻസ്റ്റാഗ്രാം പോയി അന്നേരം നോക്കുന്നുണ്ട്. അക്ബറിന്റെ ഇൻസ്റ്റാഗ്രാം പോയി നോക്കിയിട്ട്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ബീങ് എ ഗേൾ. ഐ ഹാവ് ടു ബി ക്വസ്റ്റൻസ്. ഐ ഹാഡ് ഫീൽ അൺകംഫർട്ടബിൾ ഇഫ് ഐ ലേറ്റർ ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് എ ഫേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ പറഞ്ഞു, യെസ് ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ റെസ്പെക്ട് യുവർ കൺസേൺസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ കൊടുക്കുകയാണ്. അക്ബറിന്റെ നമ്പർ, ഇതാണ് എൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അക്ബറിന്റെ ഇൻസ്റ്റാഗ്രാം ID ഒക്കെ പോയി നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നു എന്താ, അക്ബറിന് നിക്കാഹ് കഴിഞ്ഞതാണ്, ഇതുപോലൊരു ഫിയാൻസി ഉണ്ട്. ഫിയാൻസി അക്ബറിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഈ പുള്ളിക്കാരി കാണുന്നുണ്ട്. അപ്പം ഐ ഡിഡൻറ്റ് റിയലൈസ് യു ആർ മാരീഡ്. നിങ്ങൾ കല്യാണം കഴിച്ചാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ട് ഇറങ്ങുകയാണ്. ടേക്ക് കെയർ.
അസ് എ ഗേൾ, ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റൈറ്റ് ഫോർ മീ ടു കണ്ടിന്യൂ ദിസ്. ഇത് മുന്നോട്ട് പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പൊ താങ്ക് യു എന്ന് അക്ബർ തിരിച്ച് റിപ്ലൈയും കൊടുത്തിട്ട് അക്ബർ ഈ കുട്ടീനെ അങ്ങ് റിമൂവും ചെയ്ത് കളയുന്നുണ്ട്. ഇതാണ് ഓൾറെഡി ഈ ചാറ്റിനകത്ത് ഉള്ള സാധനം. ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, അക്ബറിനെ പോലെ ഒരാള് എന്തിനാണ് ഈ പറഞ്ഞതുപോലെ ടിൻഡറിൽ ഒരു ഒഫീഷ്യൽ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഒരു ഫിയാൻസി ഉള്ള ഒരാളാണ് അക്ബർ. 2026 ജനുവരിയോട് കൂടി അക്ബറിന്റെ കല്യാണം ഉണ്ടാവും. അക്ബർ ബിഗ് ബോസിനകത്ത് നിന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഏതാണ്ട് കല്യാണത്തിന് സമയമായി. അപ്പോൾ ഡിസംബർ 15-ാം തീയതിയാണ് ഈ ചാറ്റ് ചെയ്തിരിക്കുന്നത്. അക്ബറിന് ഇതിൻ്റെയൊക്കെ എന്ത് ആവശ്യമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം. ഇതിനിപ്പോൾ എത്രയൊക്കെ കിടന്ന് വെള്ളപൂശാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ആവാൻ നോക്കിയതാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ കാണുന്ന അക്ബറിന് യാതൊരു വിധ പരിചയമില്ലാത്ത ഒരാൾ അക്ബർ അല്ലേ എന്ന് നോക്കുമ്പോൾ അക്ബർ ഉടനെ നമ്പർ കൊടുക്കുവോ? അത് വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. 2, ഈ പറഞ്ഞതുപോലെ നമ്പർ തരുന്നതിന് മുമ്പ് നമുക്ക് പരസ്പരം അറിഞ്ഞിരിക്കണമല്ലോ. നീ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് അത് മാത്രമല്ല, ഈ കുട്ടി അങ്ങോട്ട് പറയാണ്, നിങ്ങളൊരു റിലേഷനുള്ള സ്ഥിതിക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നത് ശരിയല്ല, ഇത് മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് പുറകിലേക്ക് ഇറങ്ങുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ റിമൂവ് അടിച്ച് കളയണമെങ്കിൽ വാട്ട്സ് ദ ആക്ച്വൽ എയിം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം ആ പെൺകുട്ടി മെസ്സേജ് അയച്ചതിലൂടെ? പിന്നെ ഈ പറയുന്ന പോലെ അക്ബറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അക്ബർ അല്ലല്ലോ അങ്ങോട്ട് ചാടാൻ പോയത്, ഈ പെൺകുട്ടിയാണ് അക്ബറിനെ മെസ്സേജ് അയച്ചത്. ഇനി എത്രയൊക്കെ ഇത് ഫ്രണ്ട്സ് ആവാൻ നോക്കിയതാണ്, ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പല രീതിയിൽ വളച്ചൊടിച്ചാലും ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്ന സാധനം ഇതാണ്, ഇമാതിരിയുള്ള ചാറ്റുകൾ. എന്നിട്ട് ഇത് പുറത്തു വിട്ടിരിക്കുന്ന ആരാണ്? ഫസ്മിനെയാണ്. ഫസ്മിന ഇത് ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നേരെ പോയി അക്ബറിന്റെ നമ്പർ ഉണ്ടല്ലോ, ഇത് ട്രൂ കോളറിൽ പേസ്റ്റ് ചെയ്തു, വാട്സാപ്പിൽ പേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അക്ബർ എന്ന് തന്നെയാണ് എല്ലാത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രൂ കോളറിൽ അക്ബർ അക്കു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ നമ്പറിലോട്ട് ആര് മെസ്സേജ് അയക്കുന്നു? ഫസ്മിനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അക്ബർ ഫ്രം ബിഗ് ബോസ് റൈറ്റ്? അക്ബർ അല്ലേ ബിഗ് ബോസിൽ? അക്ബർ അല്ലേ? അതെ. എന്നിട്ട് അക്ബർ അന്നേരം തിരിച്ചു നോക്കിയാണ്, ഓ തനിക്കല്ലേ ഞാൻ ഇപ്പം നമ്പർ തന്നത്, ജസ്റ്റ് ബിഫോർ ഐ ഷെയർഡ് മൈ നമ്പർ വിത്ത് യു റൈറ്റ്? നിങ്ങൾക്കല്ലേ ഞാൻ നമ്പർ തന്നത്? അപ്പം ഫസ്മിന, എനിക്കൊന്നും അല്ല നമ്പർ തന്നത്, ഇതാണ് ഞാൻ എന്ന് പറഞ്ഞ് ഫസ്മിനയുടെ അക്കൗണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് മൈ അക്കൗണ്ട്, ഐ എക്സ്പോസ് പീപ്പിൾ. ഞാൻ എല്ലാവരുടെയും തനിനിറം പുറത്ത് കൊണ്ടുവരും. ഞാൻ മെസ്സേജ് അയച്ച കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്നിങ്ങനെ ഫസ്മിന പറയുന്നുണ്ട്. എന്നിട്ട് ഫസ്മിന പറയുകയാണ്, പിന്നെ എന്താണ്, ഞാൻ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ്, ടിൻഡറിൽ നിങ്ങളെ കേസ് എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളെ ഭാര്യയെ ഓർത്ത് എനിക്ക് കഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആര് പോവാണ്? ഈ പറയുന്ന ഫസ്മിനെ പോകുന്നുണ്ട്. ഇതിനൊന്നും അക്ബർ യാതൊരു രീതിയിലുള്ള റിപ്ലൈയും കൊടുക്കുന്നില്ല. അപ്പോൾ അക്ബറിന് ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉദ്ദേശമാണെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് വൈസുള്ള ഒരു ഉദ്ദേശം ആയിരുന്നെങ്കിൽ അക്ബറിന് ഈ പറഞ്ഞ ഫസ്മിനെ റിപ്ലൈ ചെയ്തപ്പോൾ ഞാൻ എന്താ ചെയ്താ അതിന്, ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അക്ബറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഇനിയിപ്പോൾ എത്ര വലിയ സെലിബ്രിറ്റി ആയിക്കോട്ടെ, ചെറിയ ഒരു എന്തോ ഒരു ഞരമ്പിനകത്തൊരു സൂക്കേട് ഉണ്ടായിട്ടാണല്ലോ പെണ്ണുങ്ങളും കയറി അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അക്ബറിനെ മാത്രം ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ പെണ്ണുങ്ങൾ ചാടി കയറി മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും തിരിച്ച് റിപ്ലൈ അടിക്കാൻ പോകുന്നത്, നമ്പർ കൊടുക്കുന്നത്, നമുക്ക് അതിനു മുമ്പേ അറിയണമെന്ന് പറയുന്നതും, നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നതും, ഓക്കെ ഞാൻ അതിൽ പിന്നോട്ട് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ റിമൂവ് ചെയ്യാൻ പോകുന്നതും അക്ബറിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ആ പെണ്ണിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പൊ ഇതിനകത്ത് വേറൊരു ലൂപ്പ് ഹോൾ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്മിനെ ഈ പറയുന്ന അക്ബറിന്റെ അടുത്ത് ചാറ്റ് ചെയ്തു. ഇനി ഫസ്മിനെയാണോ യഥാർത്ഥത്തിൽ അക്ബറിന് മെസ്സേജ് അയച്ചത് നമുക്ക് അറിയത്തില്ല. അത് വേറൊരു കാര്യമാണ്. കാരണം ഈ വീഡിയോക്കകത്ത് ഫസ്മിനെ പറയുന്നുണ്ട്, എന്താണ് ഫസ്മിനെ പറയുന്നത്, ഞാൻ അക്ബറെ മാത്രം കുറ്റം പറയില്ല, ആ പെങ്കൊച്ചും എന്തിനാണ് മെസ്സേജ് അയക്കാൻ പോയതെന്നാണ്. അപ്പം ആ പെങ്കൊച്ചിനെ കൂടെ കുറ്റപ്പെടുത്താണ്. ഈ പെങ്കൊച്ച് കൊടുക്കാതെ ഒരു കാരണവശാലും ഈ സ്ക്രീൻഷോട്ട് ആരുടെ കയ്യിൽ കിട്ടില്ല? ഫസ്മിനയുടെ കയ്യിൽ കിട്ടത്തില്ല. അപ്പം ആ സ്ക്രീൻഷോട്ട് കൊടുത്ത പെങ്കൊച്ചിനെ തന്നെ വന്നിരുന്ന് ഇങ്ങനെ ഫസ്മിനെ പറയണമെന്നുണ്ടെങ്കിൽ there is a loophole, because ചിലപ്പോൾ മേ ബി ഫസ്മിനയുടെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കാം അക്ബറിന്റെ മെസ്സേജ് പോയതെന്ന് നമുക്ക് നിസ്സംശയം സംശയിക്കേണ്ടിയിരിക്കുന്നു. മേ ബി ഇതിനൊരു വ്യക്തി വൈരാഗ്യമാണോ കാര്യമാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നിലവിൽ ഇതിനകത്ത് അക്ബറും കുറ്റക്കാരനാണ്, ആ പെണ്ണും കുറ്റക്കാരിയാണ്. അതുപോലെ തന്നെ ഫസ്മിനെ ഇതിനിടയ്ക്ക് നിന്ന് കളിച്ചിട്ടുള്ളതാണോ, വേറെ എന്തെങ്കിലും കള്ളക്കളി നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.